തായിഫ് മിനലിൽ വീണ്ടും പാപ്പ പറയാണ്, ഇമാം ഷെറാനി റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്. നെടുങ്ങ ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം, വലോ അന്ന തരീഖൽ ഖൗമി യുസ്ലി ഇലൈഹാ ബിൽ ഫഹ്മി മിൻ ഗൈരി ശൈഖിൻ, ശൈഖില്ലാതെ അവരെ ഫഹ്മ് കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും തന്റെ ഇടം കൊണ്ടും ഒരു അള്ളാഹുവിലേക്ക് എത്തും എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്നൊരവസ്ഥ അവർക്ക് ഉണ്ട് എങ്കിൽ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അഹ്മദുൽ ഗസ്സാലി ഷെയ്ഖ് ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പോലെ ഇമാം ഗസ്സാലിയെ പോലുള്ളവർക്ക് എന്തിനാ ഷെയ്ഖ്? പിന്നെ ഗസ്സാലി ഇമാമൊക്കെ എല്ലാ ഫന്നിലും ഇമാമായ ആളാ, എല്ലാ ഫന്നിലും ഇമാമായ ആളാ. നമ്മളെ ഫിഖുവൊക്കെ വരുന്ന അവിടെ നിന്നല്ലേ. പിന്നെ ഗസ്സാലി ഇമാമൻ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പിന്നെ എന്തിനാ ഷെയ്ഖെ വിളിച്ച ആവശ്യം വന്നത്? ഒരു ഓതി പഠിച്ച കിതാബ് ഹദീസിന്റെ പോലെയെന്നോ? ഇവര് അദബും കാര്യങ്ങളൊക്കെ പഠിച്ചത് ഷെയ്ഖിൽ നിന്നാ. ഓരോ പ്രത്യേകത എന്താ? ഈ ത്വരീഖത്തിന്റെ വിഷയത്തില് അവർക്ക് അവരുടെ ആദ്യത്തെ കാഴ്ചപ്പാട് ഇപ്പോഴുള്ള കാഴ്ചപ്പാടായിരുന്നില്ല. അന്ന് അവര് പറയുമായിരുന്നത്രേ, ഇങ്ങനെ ഇൽമ നേടാന് ഐദീന, നമ്മളെ കയ്യിലുള്ള ഈ അവസ്ഥ അല്ലാത്ത വേറെ അവസ്ഥക്ക് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവര് തെറ്റ് ചെയ്തവരാണ്. ഷെയ്ഖന്മാരെ കുറിച്ചാലേ ഇൽമും അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമെന്ന കാര്യമൊക്കെ കിട്ടുള്ളൂ. അതൊന്നും ഈ അറിവും കിതാബും ഒന്നും പോരാ എന്ന കാര്യം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും കുറച്ച് ഓവറായി പറയണം, അതൊന്നും ആവാത്താണ്, നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഇതിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന ആൾക്കാരാണ് ആര്? ഈ മഹാന്മാരായ പണ്ഡിതന്മാർ. എന്നിട്ട് ഓലത് മുട്ടുമടക്കി അവർ ശേഖനെ പിടിക്കേണ്ടി വന്നു. എന്നിട്ട് ശേഖന്മാരെ പിടിച്ചതിന്റെ ശേഷം അവര് പറയാൻ തുടങ്ങി, ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാല് തമ്മിൽ കച്ചറ ഉണ്ടാക്കുക, സംവാദങ്ങൾ പറയില്ലേ, അങ്ങോട്ട് സംവാദം നടത്തായിട്ട് ജയിച്ചാൽ നോക്കുക, എല്ലാ ഏത് വിഷയം ചോദിച്ചാലും ഉത്തരം പറയാം, ഇവിടെ ജയിച്ച് നിൽക്കുക, ക്യാമനായി നിൽക്കുക. ഇങ്ങനത്തെ സമയം, ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് കൊണ്ടും ഇങ്ങനെ മറ കൊണ്ടും നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ജീവിതം ഞങ്ങളെ വായിസ് ഞങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് ഗസ്സാലി ഇമാമും ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഷെറാനി ഇമാം പറയാം. ശരിയല്ലേ?